തിരുവനന്തപുരം നഗരസഭ മധുരം ജീവിതം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വയോജന ഉത്സവത്തിൽ കലാമത്സരങ്ങൾ പൂർത്തിയായി. രണ്ടാം ദിനം ഏകാംഗ നാടകവും മാപ്പിളപ്പാട്ടും ശ്രദ്ധേയമായി. ഈ മാസം 16-നാണ് വയോജനോത്സവം സമാപിക്കുക. നഗരത്തെ വയോജന സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവനന്തപുരം നഗരസഭ വയോജനോത്സവം സംഘടിപ്പിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലായി കലാമത്സരങ്ങൾ പൂർത്തിയായി. രണ്ടാം ദിനം ഏകാംഗ നാടകം അടക്കമുള്ള ഇനങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടി. ഡോക്ടറോട് ചോദിക്കാം, അങ്ങേടുത്ത് ചോദിച്ചാൽ ഒന്ന് കൊടുക്കണ്ടതേ പറയും. നേരം വെളുക്കുമ്പോ 4 ഗുളിയെ ഒരു കുളിച്ചാൽ വെള്ളം, പിന്നെ കുറെ കസരത്ത്. നാരായണി ശരിക്കും ഭ്രാന്ത്. ആ ഡോക്ടർക്ക നീ നോക്കിക്കോ, ഇങ്ങനെ ഭ്രാന്തി പിടിച്ചാൽ ചാവുള്ളൂ, അത് ഉറപ്പാ. വയലിൻ, ഗിത്താർ, സംഘഗാനം, ശാസ്ത്രീയ സംഗീതം, മാപ്പിളപ്പാട്ട് എന്നീ മത്സരങ്ങളാണ് രണ്ടാം ദിനത്തെ സമ്പന്നമാക്കിയത്. വയോജനങ്ങളുടെ ക്ഷേമമാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് സ്വാഗത് സംഘം ചെയർമാൻ ക്ലൈനസ് റൊസാരിയോ പറഞ്ഞു. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന കേരള സമൂഹത്തിന് മികച്ച സംഭാവന നൽകിയ 8 മേഖലകളിലായി 8 പ്രമുഖരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സഖാവ് VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അനുഭവം വച്ച് അടുത്ത പ്രാവശ്യം മികച്ച രീതിയിൽ ഞങ്ങൾക്ക് ഇത് സംഘടിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിലുണ്ടായിരിക്കുന്ന അഭൂതപൂർവമായ ജനപിന്തുണ ഇതിൻ്റെ വിജയത്തെ സാധൂകരിക്കുകയാണ്. തിങ്കളാഴ്ച കായിക മത്സരങ്ങൾ അരങ്ങേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ മുതിർന്ന പൗരന്മാരുടെ സംഗമം, മെഡിക്കൽ ക്യാമ്പ്, സെമിനാറുകൾ, നഗരരത്ന അവാർഡ് തുടങ്ങിയവ വയോജനോത്സവത്തിന്റെ ഭാഗമായി നടക്കും. പുത്തരിക്കണ്ടം മൈതാനം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, ശംഖുമുഖം IRC ഇൻഡോർ ഗ്രൗണ്ട്, മാഞ്ഞാലിക്കുളം മൈതാനം എന്നിവയാണ് വേദികൾ. 16-ന് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.